Hey Barbie! ഹലോ, എല്ലാവർക്കും മൈ സ്വീഡൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇന്ന് അടിപൊളി ദിവസമാണ്. ഇന്നിവിടെ സ്വീഡനിൽ വാൽപുറികാണ്. പക്ഷേ നമ്മൾ മൊത്തം സ്വീഡനിലുള്ള ആഘോഷങ്ങളെക്കുറിച്ച് പറയുന്നില്ല. നമ്മുടെ ഉപ്സാലയിൽ മാത്രം സ്പെസിഫിക് ആയിട്ട് നടക്കുന്ന ഒരു ആഘോഷമുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. ഇതിനു മുന്നേ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഈ ഒരു ഇവൻറ്റിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2024 വന്ന മാറ്റങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മസ്റ്റായിട്ടും കാണുക. ഈ വീഡിയോയിൽ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഉപ്സാല ഫിരിസ് റിവറിൻ്റെ അടുത്താണ്. ഈ റിവറിലൂടെയാണ് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത്. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉപ്സാല യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും തന്നെ തെർമോക്കോളിൽ പല പല തീമുകളിലായിട്ടുള്ള ബോട്ടുകൾ ഉണ്ടാക്കി ആ ബോട്ട് ഈ റിവറിലൂടെ ഒഴുക്കി വന്ന് 2 പോയിൻ്റ് ഉണ്ട്. അത് ഇപ്പോൾ സെക്കൻഡ് പോയിൻറ്റിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവിടെ ഒരു ബോട്ട് പാസ് ചെയ്ത് വരുന്നുണ്ട് കൊടിയൊക്കെ വീശിക്കൊണ്ട്. അവരുടെ ബോട്ട് ബ്രേക്ക് ആയിട്ടില്ല, അതുകൊണ്ട് അവർ വിൻ ചെയ്തു. ഇവരാണ് ഫസ്റ്റ് വന്ന ബോട്ട്. ഇനി ഇതുപോലെ കുറേ ബോട്ടുകൾ ഇതുപോലെ കടന്നു വരും ഈ കട്ടിങ്ങുള്ള പോയിന്റിലൂടെ. അവിടെ എത്തുമ്പോൾ ഈ ബോട്ടുകൾ ബ്രേക്ക് ആവും. അപ്പോൾ ബ്രേക്ക് ആവാതെ എത്തുന്നത് ആരാണെന്നുള്ളതാണ് ഇതിനകത്ത് ഗെയിം. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട ആൾക്കാർ മുഴുവൻ ഇവിടെ കൂടി നിൽക്കുന്നത്. നിങ്ങൾ നോക്കി എന്തുമാത്രം ആൾക്കാരാണെന്നറിയാമോ? ഇപ്പോൾ സ്റ്റോക്ക്ഹോമിൽ നിന്നും ഉപ്സാലയിലും തൊട്ടടുത്തുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഈ ഇവൻറ്റ് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു ബോട്ട് വരുന്നുണ്ട്. ആ ബോട്ട് അവിടെ ബ്രേക്ക് ആവും. ആ ബോട്ടിലുള്ള എല്ലാവരും താഴെ വീഴും. എല്ലാവരും ഭയങ്കര ആഘോഷമാണ് ഇവിടെ, തുള്ളിച്ചാടുകയാണ്. കാരണം ഇതാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ബോട്ട് പൊട്ടുക, ആൾക്കാർ വെള്ളത്തിൽ വീഴുക എന്നുള്ളത്. ഇന്നത്തെ ദിവസം സ്കൂളിനൊക്കെ അവധി ആയതുകൊണ്ട് തന്നെ മിക്കവരും ഫാമിലി ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഒത്തിരി നേരത്തെ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കുറേ ഫുഡ് സ്റ്റോളുകളും അതുപോലെ കിഡ്സിനെ അട്രാക്ട് ചെയ്യുന്ന കുറേ ടോയ്സിൻ്റെയും ബലൂണിൻ്റെയൊക്കെ സ്റ്റോളുകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മുടെ നാട്ടിലെ ഒരു പള്ളിപ്പെരുന്നാളോ അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവമൊക്കെ വരുമ്പോൾ കാണുന്ന കുറേ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ നടന്നിങ്ങനെ എൻജോയ് ചെയ്യാണ്. ഇതിപ്പോൾ ഒത്തിരി ആളുകൾ കൂടുന്ന ഇവൻറ്റും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്ന ഇവൻറ്റും ആയതുകൊണ്ട് പോലീസ് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇതിലൂടെ നടക്കുന്നുണ്ട്. അവരുടെ ഒരു കണ്ണ് എല്ലായിടത്തും ഉണ്ട്. നല്ല ലുക്കാണല്ലേ അവരെ കാണാനായിട്ട്. ഇതുപോലെയാണ് ഇവിടെയുള്ള മിക്ക പോലീസുകാരും ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ളത്. യൂഷ്വൽ ഡേയ്സിൽ ഇവരുടെ യൂണിഫോം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ നമുക്ക് ചുറോസിൻ്റെ ഒരു സ്റ്റോൾ ഞാൻ കണ്ടു. ഭയങ്കര ക്യൂ ആണ്. ഈ കണ്ട ആൾക്കാർ മുഴുവൻ അവിടെ സാധനം മേടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതാണ്. ഈ ക്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ പോയി സാധനം മേടിക്കുമോ? ഇവിടെയാണെങ്കിൽ കോട്ടൺ ക്യാൻഡി ഉണ്ടായിരുന്നു, കുറേ ഡോണറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ ഐസ്ക്രീം ഉണ്ടായിരുന്നു, ചുറോസിൽ തന്നെ കുറേ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒക്കേഷണലായിട്ട് ഇതുപോലത്തെ പരിപാടികളൊക്കെ വരുമ്പോഴാണ് ചുറോസിൻ്റെ സ്റ്റാൾ വരാറ്. അല്ലാതെ എല്ലാ ദിവസവും ഇവിടെ ഒരു സ്റ്റോൾ ഉണ്ടാവാറില്ല. കാർ വേണോ? കാറ് പിള്ളേരെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോയ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഒരെണ്ണമല്ല, കുറേ ഷോപ്പുണ്ട്. അതുപോലെ തന്നെ ബലൂൺസാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. എല്ലാ കോർണറിലും ഒരു ബലൂൺ കടയെങ്കിലും കാണും. അത് ഇതുപോലത്തെ ഹീലിയം ബലൂൺ ഇങ്ങനെ പൊങ്ങി പറന്നു പോകില്ലേ, അതുപോലത്തെ ആയിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് സ്റ്റോളുകൾ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ ഫുഡ് സ്റ്റോളിലൊന്നും പോയില്ല, ഭയങ്കര ക്യൂ ആണ്. ഇവിടെ ഞാനൊരു പുതിയ സാധനം കണ്ടതാണ്, കാരമലൈസ്ഡ് ആൽമണ്ട്സ്. നമ്മുടെ ബദാമിനെ അവരിങ്ങനെ പഞ്ചസാര പാനിയിലിട്ട് ഉരുക്കി ഇതുപോലെ ബോക്സുകളിലാക്കി വിൽക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ പാക്കിന് തന്നെ 40 ക്രോണയാണ്. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ മേടിച്ച് കഴിക്കാൻ നല്ലതായിരിക്കും. ഫസ്റ്റ് ബ്രേക്കിംഗ് പോയിൻ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബ്രേക്കിംഗ് പോയിന്റിലേക്ക് തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകളാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ നോക്ക്, അതിനകത്ത് 4 പേര് വീതമുണ്ടാവും. ഓരോന്നും ഓരോ തീമിലാണ്. ഇവരുടെ തീം കൊള്ളാലേ. ഇനി കൂടെ കുറേ ബോട്ടുകൾ വരുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ തീമിലാണ്. പിന്നെ അടുത്തത് ബാർബി തീമിലുള്ളൊരു ബോട്ടായിരുന്നു കേട്ടോ. അവരാണെങ്കിൽ ബാർബി ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല പിങ്ക് കളറിൽ അവരെ എൻകറേജ് ചെയ്തുകൊണ്ട് ബാർബിയുടെ പാട്ടൊക്കെ പാടി ആൾക്കാരൊക്കെ അടിപൊളിയാക്കി ചേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. വാൽബറിഡേയിൽ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി പുതിയ കുറേ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.